പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓളം എന്ന കഥാസമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ ക്ഷണം. രാവിലെ ആ കെട്ടിടത്തിൽ ആദ്യം തുറക്കുന്നത് പ്രഭാകരൻ്റെ ഛായാഗ്രഹണപ്പുര തന്നെയാണ്. കണ്ണാടി ചുമരുകൾക്കുള്ളിലെ മൂകത മറ്റ് കടകൾ സജീവമാകുന്നതുവരെ തുടരും. പിന്നെയും നേരിയ ഒച്ച മാത്രം. വീട്ടിലെ ഏകാന്തതയിൽ നിന്ന് അവന് ആശ്വാസം ആ കട തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ പൂട്ടുന്ന കടയും അവൻ്റേത് തന്നെയാണ്. മാതാപിതാക്കളെ കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ടിരുന്ന അവന് അവരോട് വലിയ കടപ്പാടൊന്നുമില്ലായിരുന്നു. അതിനാൽ അവൻ്റെ പേര് തന്നെയാണ് കടയുടേതും. പ്രഭാകരൻ സ്റ്റുഡിയോ എന്ന് കേട്ടാൽ പുഴയൂരിലെ ഏത് കുഞ്ഞിനും അറിയാം. പതിവ് പോലെ രാവിലെ കട തുറന്ന് തലേ ദിവസത്തെ കടലാസ് അവശിഷ്ടങ്ങൾ കൊണ്ട് കളഞ്ഞ് വിളക്ക് കത്തിച്ച് ഗണിനി പ്രവർത്തിപ്പിച്ച് ധ്യാനഭാവത്തിൽ കണ്ണുമടച്ച് ഇരിക്കുമ്പോഴാണ് വാതിൽ തുറന്നു ചാരുന്ന ഒച്ച പുറകിൽ നിന്ന് കേട്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. വെയിറ്റ് ചെയ്തോളൂ, കണ്ണു തുറക്കാതെ അവൻ പറഞ്ഞു. കാലൊച്ച മാഞ്ഞുപോയി. ഛായാപടമെടുക്കുന്ന മുറിയിലെ പ്രകാശ സ്രോതസ്സുകളെ ക്രമത്തിൽ കൊളുത്തിയ ശേഷം വാതിൽ മെല്ലെ തുറന്ന് അവൻ പറഞ്ഞു, ഡ്രസ്സിംഗ് ടേബിളുണ്ട്, റെഡിയായി വന്നോളൂ. മുറിയിലെ പഞ്ഞി കസേര നിരങ്ങുന്ന ഒച്ച കേട്ട് പ്രഭാകരൻ വീണ്ടും മുറിയിലേക്ക് വന്നു. ക്യാമറ സെറ്റ് ചെയ്യുന്നതിനിടയിൽ അലസമായി കണ്ണോടിക്കുന്നതിനിടയിൽ അവൻ അവളെ കണ്ടു. അവൻ്റെ നയനങ്ങൾ ആശ്ചര്യഭാവത്തിൽ നിലച്ചു. അവൻ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നുപോയി. സുന്ദരിയാണല്ലോ. ഓർക്കാപ്പുറത്ത് അവനിൽ നിന്ന് ആ വാചകം വന്നു വീണു. അവളുടെ വദനത്തിൽ അതിശയോക്തിയെ കീറി മുറിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി വിടർന്നു. തലയൊന്നുയർത്തു, മുഖം ഇടത്തേക്ക് തിരിക്കൂ, അല്പം കൂടി. ഓക്കെ. അവൻ പറയുന്നത് പോലെയൊക്കെ അവൾ അനുസരിച്ചു. ശ്വാസം നിയന്ത്രിച്ച് ഉപകരണത്തിൽ നോക്കി വെറുതെ ഇരുന്നു. റെഡി. ഉപകരണം അവൾ പ്രതിഫലിപ്പിച്ച ഒളി പകർത്തിയെടുത്തു. അനങ്ങരുന്ന്. വൺസ് അഗൈൻ റെഡി. വീണ്ടും ഉപകരണം ശബ്ദിച്ചു. ഓക്കെ, പുറത്തിരുന്നോളൂ, ഇപ്പം തരാം. അവൾ എഴുന്നേൽക്കുമ്പോഴാണ് അവൻ അത് കണ്ടത്. അവൾക്ക് 3 കാലുകളുണ്ടായിരുന്നു. മൂന്നാമത്തേത് ലോഹം കൊണ്ടുള്ളതായിരുന്നു. അശ്രദ്ധ നടിച്ച് അവൻ തൻ്റെ പ്രവർത്തന മുറിയിലേക്ക് പോയി. ഗണിനിയുടെ മുന്നിലിരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ കാലൊച്ചകൾ കേട്ടത്. തിരിഞ്ഞു നോക്കാതെ അവൻ പറഞ്ഞു, 6 എണ്ണം 80 രൂപ, 12 130. എങ്ങനെ വേണം? 6 മതി. എന്താ പേര്? തുളസി. പുറത്തിരുന്നോളൂ. വീണ്ടും കാലൊച്ചകൾ മാഞ്ഞില്ലാതായി. പൂർത്തിയാക്കിയ ഛായാചിത്രങ്ങൾ കടലാസ പൊതിയിലാക്കി ഏൽപ്പിക്കുമ്പോൾ പ്രഭാകരൻ പറഞ്ഞു, 1 മാസം വരെ ഇത് മെമ്മറിയിൽ കാണും. കോപ്പി ആവശ്യമാണെങ്കിൽ പേര് പറഞ്ഞാൽ മതി. 6 കോപ്പി 50 രൂപ. അവൾ കാശ് നൽകുമ്പോൾ അവൻ സ്മിതം തൂക്കി അത് സ്വീകരിച്ചു. അവളും തിരിച്ച് പുഞ്ചിരിച്ച് പുറത്തേക്ക് പോയി. പിന്നെ ഗണിനിയിലെ അവളുടെ ബിംബത്തിൽ കണ്ണും നട്ട് അവൻ വെറുതെ അങ്ങനെ ഇരുന്നു. ആ ബിംബം അവനെ തന്നെ തുറിച്ചു നോക്കുകയായിരുന്നുവെന്ന് അവന് തോന്നി. തുളസി. അവളുടെ ശബ്ദം അവൻ്റെ ഉള്ളിൽ
മാറ്റൊലിക്കുന്നുണ്ടായിരുന്നു. മുറിയിലെ വലിയ മൂക്കത്തയെ കെടുത്തിക്കൊണ്ട് വാതിലൊച്ച കേട്ടു. തുടർന്ന് കേട്ടത് ഒരു അമർന്ന വിങ്ങലായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയതും വീണ്ടും അവൾ കരയുകയായിരുന്നു. കണ്ണുനീരിലലിഞ്ഞ് കവിളുകളിലേക്ക് ഒഴുകുന്ന കൺമഷി അവളുടെ ആഭയെ വർദ്ധിപ്പിച്ചിരുന്നു. അവൻ സംശയം നടിച്ച് നിശബ്ദം അവളെ നോക്കിയിരുന്നു. കള്ളം പറഞ്ഞതല്ലേ? ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. എന്ത് കള്ളം? കള്ളം പറഞ്ഞതല്ലേന്നു? എന്ത് കള്ളം? എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നിയപ്പോൾ അല്ലേ ഞാൻ സുന്ദരിയാണ് എന്ന് പറഞ്ഞത്? ഇതുപോലെ കുറേ കേട്ടിട്ടുള്ളതാ. തുടർന്ന് അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവൻ കസേരയിൽ നിന്ന് പതറി എഴുന്നേറ്റു. തുളസി എന്തിനാ കരയുന്നത്? അവൾ നമ്രതയായി വിങ്ങി. അവൻ തുടർന്നു. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. ലജ്ജയോടെ അവൾ ഒന്ന് മുഖമുയർത്തി നോക്കി. പ്രഭാകരന് കള്ളം പറയാൻ അറിയില്ല. അവൾ കരച്ചിൽ നിയന്ത്രിച്ച് തേങ്ങവേ അവൻ തുടർന്നു. ഇവിടെ മറ്റാരുമില്ലാത്തതുകൊണ്ട് ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരു സ്ത്രീയുടെ വൈകല്യം എന്ന് പറയുന്നത് ഒരു വിരൂപതയാണ്. അത് നിനക്കറിയില്ല. തൻ്റെ വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. അതെ, നിനക്കറിയില്ല നീ എത്ര സുന്ദരിയാണെന്ന്. ഇതൊക്കെ ഞാൻ എത്ര കേട്ടിട്ടുള്ളതാണ്. അണ്ടിയോടടുക്കുമ്പോൾ മാങ്ങയുടെ പുളി. എന്നാൽ ഈ മാങ്ങയ്ക്ക് പുളിയില്ല എന്ന് കൂട്ടിക്കോളൂ. അത്രയും പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ കുറച്ചു നേരം നോക്കി നിന്നു. സമാധാനമായിട്ട് പോക്കോ. ധൈര്യമുണ്ട് എങ്കിൽ അടുത്ത തവണ അച്ഛനെയും കൂട്ടി വരണം. അവൻ തിരിഞ്ഞ് ഗണിനിയിലിരുന്നു തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. പുറകിലെ കാലൊച്ചകൾ ഒരു വാതിലൊച്ചയ്ക്കൊപ്പം മാഞ്ഞില്ലാതായി.